ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് പറയുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പ്രവാസ ജീവിതം എന്ന് കേൾക്കുമ്പം എല്ലാവരും ഒന്ന് നെറ്റ് ചുളിക്കും അല്ലേ. എന്നിട്ട് അവർ ഭയങ്കര പണക്കാരാണ്, അവരുടെ കയ്യിൽ ഭയങ്കര കാശുണ്ട്, അവർ ഭയങ്കര ആൾക്കാരാണ് എന്ന് പറഞ്ഞൊക്കെ സംസാരിക്കും. പക്ഷേ പ്രവാസ ജീവിതം അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ശരിക്കുള്ള ഒരു മുഖം അറിയാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതിനേക്കാളും വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പ്രവാസികളും തൻ്റെ കുടുംബത്തെ കൊണ്ടുപോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, അറിയാത്ത നാട്, അറിയാത്ത ഭാഷ, ഇഷ്ടമില്ലാത്ത ആഹാരങ്ങൾ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ യഥേഷ്ടം നമുക്ക് ഒരു സ്വാതന്ത്ര്യം നമുക്കില്ല. നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും ഇവിടുത്തെ പല വ്യവസ്ഥിതി കൊണ്ടും നമ്മളതിനെ കെട്ടപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് ഓരോ പ്രവാസികളും. അന്നേരം നമ്മൾ ഈ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സുരക്ഷിതത്വം, ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് അന്നേരം ഫീൽ ചെയ്യും. ഇങ്ങനെ ആ എല്ലാ സന്തോഷങ്ങളും വേണ്ടാന്ന് വെച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, അവർക്ക് നല്ല മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രവാസികളും അവരുടെ പ്രവാസ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. അല്ലാതെ ആരും ആഗ്രഹിക്കുന്നില്ല പ്രവാസികളാകാനായിട്ട്. എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് അവരുടെ കുടുംബത്തിൻ്റെ കൂടെ, മക്കളുടെ കൂടെ ജീവിക്കണം തന്നെയാണ്. പക്ഷേ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലാകും ശരിക്കും എന്താണ് പ്രവാസ ജീവിതം. പ്രവാസ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അത്രയും ബുദ്ധിമുട്ടുകളെക്കുറിച്ച്. വേറൊന്നുമല്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മുടെ മക്കളെ കാണാൻ പറ്റാതെ, നമ്മുടെ ജീവിത പങ്കാളിയെ കാണാൻ പറ്റാതെ, നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, നമുക്കറിയാവുന്നവർ, ഇവരൊക്കെ വേർപെട്ട് വന്ന് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അധികമാണ്. അങ്ങനെ അവരെയൊക്കെ അവരെയൊക്കെ കാണാതെ വന്ന് ജോലി ചെയ്ത് നമ്മളുണ്ടാക്കുന്ന പൈസയാണ് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും സമൂഹം പറയും, ഈവൻ നമ്മുടെ ബന്ധുക്കൾ വരെ പറയും, പോയിട്ട് വന്നു, ഇപ്പം നാട്ടിൽ വന്നു, കണ്ടില്ലേ അവസ്ഥകളൊക്കെ മാറി, മെച്ചപ്പെട്ടു, ഇനിയിപ്പം നമ്മളൊന്നും കണ്ടാൽ മനസ്സിലാക്കത്തില്ല. പക്ഷെ അവർ സത്യം പറഞ്ഞാൽ അവരുടെ തെറ്റായ ധാരണയാണ്. നമുക്ക് ഞാൻ ഇന്നും ഓർക്കുന്നു, 2024 ജൂലൈ 1 രാവിലെ എനിക്ക് 10:30 ബോംബെയിൽ നിന്ന് എത്യോപ്യയിലോട്ടുള്ള ഫ്ലൈറ്റ്. എൻ്റെ ഹസ്ബൻഡിനെ കാണാൻ, എൻ്റെ ഹസ്ബൻഡാണ് എന്നെ എയർപോർട്ടിൽ ഉണ്ടാക്കാൻ വന്നത്. അദ്ദേഹം എൻ്റെ മുട്ട് പോലും നോക്കിയില്ല, എനിക്ക് നോക്കാൻ സാധിച്ചില്ല. കാരണം ഞാൻ കരയും, പോകുന്നില്ല എന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ, മുഖത്തോട്ട് പോലും നോക്കാതെ ഞാൻ തിരിച്ച് കയറി ആ ഗ്ലാസ് അടയുന്നത് വരെ ഞാൻ അവിടെ നിന്നു, അദ്ദേഹം അവിടെ നിന്നു. പക്ഷെ എനിക്കറിയാം ആ വിഷമത്തിൻ്റെ ആഴം ഞാൻ അന്ന് മനസ്സിലാക്കിയതാണ്. എന്നിട്ട് അവിടെ നിന്ന് എത്യോപ്യയിൽ ലാൻഡ് ചെയ്തു. അവിടെ 3-3.5 മണിക്കൂർ, 2 ചിന്തകളായിരുന്നു മനസ്സിൽ. തിരിച്ച് പോകണം നാട്ടിലോട്ട്, 3.5 മണിക്കൂർ വ്യത്യാസമേ ഉള്ളൂ തിരിച്ച് പോകാൻ. ഇനി എത്യോപ്യയിൽ നിന്ന് ഇസ്രായേലോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഞങ്ങൾ ഒരു 2:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി. 1:30-2 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. പിന്നെ ഒരു 3-3.5-4 മണിക്കൂർ അവിടെ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ഫുള്ളും ഇരുന്ന് ചിന്തിക്കുമായിരുന്നു, കരയുമായിരുന്നു. ഇനിയൊരു യാത്ര, ഇനി തിരിച്ച് എപ്പോഴാണ്, എന്താണെന്ന് പോലും അറിയാത്ത ഒരു നാട്ടിലേക്ക്, കേട്ടറിവ് മാത്രമുള്ള ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ ഒരവസ്ഥ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ ഫ്ലൈറ്റിൽ കയറി ഇവിടെ ഇസ്രായേലിൽ ലാൻഡ് ചെയ്യുന്നു. ആ ഒരു ഇതറിഞ്ഞ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥന ഒരൊറ്റ കാര്യമുള്ളൂ, എൻ്റെ കണ്ണീരും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ രാത്രിയോടെ അവസാനിക്കണം. ഈ പ്രാർത്ഥനയായിരിക്കും ഓരോ പ്രവാസിക്കും, ഓരോ പ്രവാസിയെ സംബന്ധിച്ചും ഈ ഒരു പ്രാർത്ഥനയോടുകൂടിയായിരിക്കും എല്ലാവരും പ്രവാസ ജീവിതത്തിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് ആരും സുഖിക്കുന്നില്ല, ആരും ആരുടെയും അവരുടെ ജീവിതമാണ് നാട്ടിൽ കിടക്കുന്നത്. അതിൽ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് ചിന്താഗതികളൊക്കെ എന്തിനാണ്?
നമ്മുടെ കുടുംബം പുലർത്താൻ വേണ്ടി, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി, അവർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി, ഇനി വീടില്ലാത്തവരാണെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി തലചായ്ച്ച് കിടക്കണ്ടേ, ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയായിരിക്കും ഓരോ പ്രവാസികളും വരുന്നത്. പിന്നെ പ്രവാസ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ, ഏകാന്തത, ഒറ്റപ്പെടൽ, സംസാരിക്കാൻ പോലും ഒരു വ്യക്തിയില്ലാതെ, ഞാൻ പറഞ്ഞാൽ ഞങ്ങളിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അമ്മാമയായിട്ട് ഞാൻ പോകുമ്പോഴുണ്ടല്ലോ, മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ എന്നാ ഒരു മനസ്സിനൊരു സന്തോഷമാണെന്നറിയാമോ. അന്നേരം നമ്മളെ കാണുമ്പോൾ അവർ ഇങ്ങോട്ടൊന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചേച്ചിമാരൊക്കെ ആണെങ്കിൽ സംസാരിക്കും, ഞാൻ പോയി സംസാരിക്കും. പേര് മലയാളം കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ഫീലിങ്ങാണ്. ഒറ്റപ്പെട്ട് പോയിട്ടില്ല, ഇവിടേക്ക് ആൾക്കാരുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് വൈബ് വരും നമുക്ക്. അങ്ങനെയാണ് നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ജീവിതം കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് നമ്മുടെ നാട്ടിൽ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രവാസ ജീവിതത്തിലേക്ക് വരുന്നവരുടെ കണ്ണീരും കഷ്ടപ്പാടും അവരുടെ സഹായാവസ്ഥയൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട്. അല്ലാതെ ഒരു ദിവസം കൊണ്ടൊന്നും ആരും കോടീശ്വരനോ പണക്കാരനോ ഒന്നും ആവുന്നില്ല. അവൻ്റെ കഷ്ടപ്പാട്, അവൻ്റെ വിയർപ്പ് രക്തമാക്കി അവരുണ്ടാക്കുന്ന കാശാണ്. അങ്ങനെയാണ് ഓരോ പ്രവാസികളും നാട്ടിൽ തൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോഴങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവരോട് സംസാരിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് കുറേ പേര് പൈസയുടെ കാര്യങ്ങളും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇത്രയും നാളും നമ്മൾ നാട്ടിൽ നിന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര ഉണ്ടാകുമെന്ന് പോലും ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ആ ഒരു ഇതുപോലും സ്വപ്നം കാണാത്തൊരു വ്യക്തിയാണ് ഞാൻ. പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു യാത്ര വന്നപ്പോഴത്തേക്കും അത് എന്താ പറയുക, രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളേ അല്ലേ. അങ്ങനെയുടെ അവസരം വന്നപ്പോഴത്തേക്കും ആ ഒരു അവസരം നമ്മൾ സ്വീകരിച്ചു. അങ്ങനെയാണ് ഈ ഒരു യാത്ര ഇവിടം വരെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ പ്രവാസ ജീവിതം അത് വളരെയേറെ എന്താ പറയുക, നമ്മളൊരു പഴഞ്ചൊല്ല് പറയത്തില്ലേ, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അത് കറക്റ്റാണ്. പ്രവാസ ജീവിതം വളരെ കൈപ്പേറിയതാണ്. ആ കൈപ്പേറിയത് നമ്മൾ സഹിക്കാൻ ചിലർ തയ്യാറായത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഉള്ളവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുമ്പോഴായിരിക്കും ഓരോ പ്രവാസികളും സന്തോഷിക്കുന്നത്. അത് നമ്മൾ അനുഭവിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവുന്ന ഒരു സത്യമാണ്. അപ്പോൾ പ്രവാസികളായിട്ടുള്ളവരെ ഒരിക്കലും എന്താ പറയുക, മാറ്റി നിർത്താതിരിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. കാരണം അവർ കരഞ്ഞു തീർത്ത കണ്ണീരിൻ്റെയും ഒറ്റപ്പെട്ടു പോയ ദിവസങ്ങളുടെയും ഒക്കെ ഫലമാണ് ഇന്ന് അവരുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന എല്ലാ സന്തോഷങ്ങളും. അത് നമ്മൾ ഇത്രയും നാളും എനിക്കതൊരു കേട്ടറിവ് മാത്രമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളല്ലാതെ എനിക്കൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും 7 മാസത്തോളമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ എനിക്കിപ്പം എന്താ പറയുക മനസ്സിലാവും. അതങ്ങനെയാണ്. വളരെ ഏകാന്തമായിട്ട് ജീവിച്ച് നമ്മൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നവരാണ് ഓരോ പ്രവാസികളും. പിന്നെ സന്തോഷിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നാട്ടിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് സന്തോഷിക്കും. ആ ഒരു മാസം അല്ലെങ്കിൽ അത്രയും ദിവസം സന്തോഷമായിട്ട് ഗുണമായിട്ട് ജീവിക്കാം, മക്കളെ കാണാം എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഓരോ പ്രവാസ ജീവിതവും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.